ഹലോ! അങ്ങനെ നമ്മുടെ ഗീതാ ഗോവിന്ദം പ്രൊമോയില് കള്ളൻ കപ്പലിൽ തന്നെയെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും ഒക്കെ. അപ്പൊ കള്ളനെ കയ്യോടെ പിടികൂടാനുള്ള ശ്രമത്തിലാട്ടോ. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗീതു നമ്മുടെ ഗോവിന്ദനടുത്ത് കുറച്ച് രത്നമാലകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഗീതു ആണെങ്കിൽ ഗോവിന്ദാണെങ്കിൽ അവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരുന്ന ആ ഒരു ആമാടപ്പെട്ടിയാണോ എന്നറിയില്ല. ആ ഒരു ആമാടപ്പെട്ടി മൊത്തം നമ്മുടെ ഗീതുവിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും കാണുന്നുണ്ട് ട്ടോ. ഗീതു എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും പബ്ലിക്കായിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. അതല്ല പബ്ലിക്കായിട്ടാണ് ഇത് ഗീതു ഇങ്ങനെ സൂക്ഷിക്കുന്നത് എല്ലാവരുടെയും കാണിച്ചിട്ടാട്ടോ ഗീതു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വരുണും സത്യദാസും ഇതൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ വരുൺ അവിടെ കുടുങ്ങുന്നുണ്ട്. വരുണിനെ ഒലക്കക്കിട്ട് ഇട്ടടിക്കാനൊക്കെ നമ്മുടെ ഗീതു ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. ഇപ്രാവശ്യത്തെ ആ ഒരു വീക്ക്ലി പ്രൊമോയിൽ മൊത്തം കോമഡിയാട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ സത്യദാസ് ആണെങ്കിൽ നമ്മുടെ വരുണിനെ അച്ഛാന്ന് വിളിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പൊ നമ്മുടെ വരുൺ പറയുന്നുണ്ട്, ഞാൻ എന്റെ അച്ഛനല്ല അച്ഛാന്ന് വിളിക്കണം. അങ്കിളിനെ കയറി ഞാൻ അച്ഛാന്ന് വിളിച്ചാൽ എന്റെ അച്ഛൻ സഹിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു കുറെ കോമഡി ആയിട്ടുള്ള രംഗങ്ങളും ഇതൊക്കെ കേട്ട് നമ്മുടെ രാധികാമ്മ ഇവൻ എന്തുവാടാ ഈ പറയുന്നേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് ട്ടോ. അപ്പൊ എന്തായാലും കോമഡി ആയിട്ടുള്ള കുറച്ച് എപ്പിസോഡുകൾ തന്നെയാട്ടോ ഇനി വരുന്ന ഒരാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നതാവും. അതിൽ എന്തൊക്കെ ട്വിസ്റ്റുകൾ നടക്കും എന്നുള്ളത് വേറെ കാര്യം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.